അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡ്യൂൾ ത്രീയിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ടുള്ള ഡെറിവേഷൻ ട്രീസ് ആണ്. ഡെറിവേഷൻ ട്രീസ് ആർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഫോർ ദ ഡെറിവേഷൻ ഓഫ് ദ ഗിവൺ പ്രൊഡക്ഷൻ റൂൾ ഓഫ് എ ഗിവൺ CFG. അതായത് ഡെറിവേഷൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ്. നമ്മളുടെ കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറിനകത്ത് കുറച്ച് പ്രൊഡക്ഷൻ റൂൾസ് കാണും. ആ പ്രൊഡക്ഷൻ റൂൾസിൻ്റെ ഒരു ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷനാണ് ഡെറിവേഷൻ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ. സിമ്പിൾ വേ ടു ഷോ ഹൗ ദ ഡെറിവേഷൻ ക്യാൻ ബി ഡൺ ടു ഒബ്റ്റെയിൻ സം സ്ട്രിങ് ഫ്രം ഗിവൺ സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾസ്. അതായത് വേറൊന്നുമില്ല, നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് പ്രൊഡക്ഷൻ റൂൾസ് ഉണ്ടല്ലോ, അതിനകത്ത് നിന്ന് നമ്മൾ കുറച്ച് സ്ട്രിങ്സിനെ ഡിറൈവ് ചെയ്തെടുക്കും. അതിനെ നമ്മൾ ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. രണ്ട് തരത്തിലുള്ള ഡെറിവേഷൻ ട്രീ ആണുള്ളത്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡെറിവേഷൻ ട്രീയുടെ പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, ദ റൂട്ട് നോഡ് ഈസ് ഓൾവേസ് എ റൂട്ട് ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റാർട്ടിംഗ് സിമ്പിൾ. അതായത് ഇപ്പം ഞാനൊരു എക്സാമ്പിൾ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ആ റൂട്ട് നോഡ്, ഏറ്റവും റൂട്ടായിട്ട് കിടക്കുന്ന ആ നോഡെന്ന് പറയുന്നത് എസ്. അതെന്ന് വെച്ചാൽ എന്താണ്, സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആയിരിക്കണം റൂട്ട് നോഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഡെറിവേഷൻ ട്രീയുടെ. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഡെറിവേഷൻ ഈസ് റെഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതായത് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ, ഞാൻ വരച്ചിരിക്കുന്ന എക്സാമ്പിൾ നോക്കുമ്പോൾ BA എന്ന് നമ്മൾ ഒരിക്കലും ഈ ഡെറിവേഷനെ നമ്മൾ വായിക്കത്തില്ല. AB എന്ന് മാത്രമേ നമ്മളതിനെ ഡെറിവേഷനെ വായിക്കത്തുള്ളൂ. പിന്നെ ലീഫ് നോട്ട്സ് ആർ ഓൾവേസ് ടെർമിനൽ നോട്ട്സ്. അതായത് ഞാനിപ്പോൾ ഈ വരച്ചിരിക്കുന്ന കണക്ക് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഡെറിവേഷൻ ട്രീ എൻഡ് ചെയ്യത്തില്ല. കാരണം നോൺ ടെർമിനൽസ് വെച്ചിട്ട് നമ്മുടെ ഡെറിവേഷൻ ട്രീ എൻഡ് ചെയ്യത്തില്ല. ടെർമിനൽസ് വെച്ചിട്ട് മാത്രമേ നമ്മുടെ ഡെറിവേഷൻ ട്രീ എൻഡ് ചെയ്യത്തുള്ളൂ. ഇൻറ്റേർണൽ നോട്ട്സ് ആർ ഓൾവേസ് നോൺ ടെർമിനൽസ്. അതായത് ഈ നടുക്ക് വരുന്ന നോട്ട്സ്, അതായത് ഇതിന് ഈ എയും ബി എല്ലാം കണ്ടിന്യൂ ചെയ്ത് പോകും. ഇതിൻ്റെ നടുക്ക് വരുന്ന നോട്ട്സ് എല്ലാം എന്തായിരിക്കും, നോൺ ടെർമിനൽസ് ആയിരിക്കും. ടെർമിനൽസ് ഒരിക്കലും ഈ ഡെറിവേഷൻ ട്രീയുടെ സെൻറ്റർ പോർഷനിൽ വരത്തില്ല. അതെപ്പോഴും എൻഡ് പോർഷനിലും സ്റ്റാർട്ടിംഗ് സിമ്പിൾ ആയിരിക്കും റൂട്ട് നോഡായിട്ട് വരുന്നതും. ഇടയ്ക്ക് വരുന്നതെല്ലാം നോൺ ടെർമിനൽസും ആയിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പ്രോബ്ലം നോക്കാം. അതിനകത്ത് ഈ പ്രോബ്ലം വെച്ചിട്ട് ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാർട്സ് ട്രീ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് 3 പ്രൊഡക്ഷൻസ് തന്നിട്ടുണ്ട്. S ടെൻസ് ടു 0B/1A, A ടെൻസ് ടു 0/0S/1AA, B ടെൻസ് ടു 1/1S/0BB. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 00110 എന്ന് പറയുന്ന സ്ട്രിങ് നമ്മൾ ഡിറൈവ് ചെയ്യണം. ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും നമ്മൾ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്ത് കാണിക്കണം. അപ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രൊഡക്ഷൻസ് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റിലെ നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് എസ് ആണ് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, S ടെൻസ് ടു 0B ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ 0B എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, ഈ 0 കഴിഞ്ഞിട്ട് കിടക്കുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കണം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ആദ്യം കിടക്കുന്ന നോൺ ടെർമിനലായിരിക്കണം നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അപ്പം ഇതിൽ 0 കഴിഞ്ഞിട്ട് ഒരേ ഒരു നോൺ ടെർമിനലേ ഉള്ളൂ, Bക്ക് പകരം ഞാൻ 0BB എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ, അതായത് B ടെൻസ് ടു 0BB എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ഞാനെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പം എനിക്ക് 00BB എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കിട്ടും. വീണ്ടും ഞാൻ ആദ്യം കിടക്കുന്ന Bക്ക് ഈ B ടെൻസ് ടു 1S എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 001SB എന്ന് പറഞ്ഞു കിട്ടും. അടുത്തതിൽ ഞാൻ എസ്സിന് പകരം 1A കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് 0011AB കിട്ടുന്നു. പിന്നെ ഞാൻ എക്ക് പകരം 0S കൊടുക്കുന്നു. ഈ 0S എവിടെ നിന്നാണ് വന്നതെന്നറിയാമല്ലോ, നമ്മുടെ പ്രൊഡക്ഷനകത്ത് കിടപ്പുണ്ട് A ടെൻസ് ടു 0S. അപ്പം ഞാൻ എക്ക് പകരം 0S കൊടുക്കുന്നു. അതിനുശേഷം അപ്പോൾ എനിക്ക് 001101 വരെ കിട്ടി, 001101 വരെ കിട്ടി. അത് കഴിഞ്ഞ ശേഷം ഞാൻ AB ആണ് കിടക്കുന്നത് ബാലൻസ്. എസ്സിന് 1A കൊടുത്തു കഴിയുമ്പം ബാലൻസ് AB ആണ് അവിടെ കിടക്കുന്ന നോൺ ടെർമിനൽസ്. എക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, 0 കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ ഇവിടുത്തെ സെക്കൻഡ് ലാസ്റ്റ് ടേം വരെ എത്തുന്നുണ്ട്, 001101. ലാസ്റ്റ് ഞാൻ Bക്ക് ഇവിടെ നമ്മുടെ പ്രൊഡക്ഷനിൽ കിടക്കുന്ന 1 എന്ന് പറയുന്ന വാല്യൂ ഞാൻ Bക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രിങ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുവാണ്, LMD അല്ലെങ്കിൽ ലെഫ്റ്റ് മോസ്റ്റ് ഡീവിയേഷൻ യൂസ് ചെയ്തിട്ട് 001001.
അപ്പം നമ്മുടെ LMD നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ സപ്പാർട്ടായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ യൂസ് ചെയ്തിട്ട് ഇതേ സ്ട്രിങ് എങ്ങനെ ഡിറൈവ് ചെയ്യും, RMD നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഇവിടെയും S→0B തന്നെയാണ് എടുത്തിരിക്കുന്നത്. ബിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, 0BB കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് കിടക്കുന്ന ബിക്ക് പകരം ഞാൻ എന്ത് കൊടുത്തു, 1S സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും, 00B1S കിട്ടും. എന്നിട്ട് ലാസ്റ്റ് കിടക്കുന്ന എസ്സിന് പകരം ഞാൻ എന്ത് കൊടുക്കും, 0B എന്ന് പറയുന്ന വാല്യൂ ഞാൻ എസ്സിന് പകരം കൊടുക്കും. അപ്പം എനിക്കെന്ത് കിട്ടും, 00B10B എന്ന് പറയുന്ന വാല്യൂ എനിക്ക് കിട്ടും. അതിനുശേഷം ഞാൻ ലാസ്റ്റ് കിടക്കുന്ന ബിക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ എനിക്കെന്ത് കിട്ടും, 00B101. ഒരു കാര്യം ഓർക്കണം, എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്വസ്റ്റ്യനിൽ കിടക്കുന്ന ഈ വാല്യൂസ് യൂസ് ചെയ്തിട്ടാണ് അത് RMD യൂസ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യുന്നത്. അപ്പം അത് മറക്കരുത്. പിന്നെ ഞാനിപ്പം 00B101 വരെ എത്തി. അതിനുശേഷം ഞാൻ ആ നടുക്ക് കിടക്കുന്ന ബി, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് ഞാൻ നോക്കുമ്പം ഇനി കിടക്കുന്നത് ബി മാത്രമാണ്. അപ്പോൾ ഞാൻ ബിക്ക് പകരം 1S കൊടുക്കും. 1S എടുത്തതിന് ശേഷം ഞാൻ എസ്സിന് പകരം 1A കൊടുക്കും. എക്ക് പകരം ഞാൻ 0 കൊടുക്കും. അപ്പോഴത്തേക്ക് എന്താണ് എനിക്ക് ലാസ്റ്റ് കിട്ടുന്ന സ്ട്രിങ്, 00110101. നേരത്തെ നമ്മൾ പറഞ്ഞ അതേ സ്ട്രിങ് എനിക്കിവിടെ പ്രൊഡ്യൂസായി കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തത് ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ ആണ് വരയ്ക്കേണ്ടത്. അപ്പം ഞാൻ LMD യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ആദ്യമേ വരച്ച് കാണിച്ചിരിക്കുന്നത്, LMD. അപ്പം എസ്സിന് പകരം S→0B ആണ് ഞാൻ ആദ്യം എടുത്തത്. അപ്പം 2 ഡിവിഷനായിട്ട് കൊടുത്തിട്ട് 0B കൊടുക്കുവാണ്. എന്നിട്ട് ഞാൻ ബിക്ക് പകരം 0BB കൊടുത്തു. അപ്പം ഞാൻ ബിക്ക് പകരം അടുത്ത സ്റ്റെപ്പിൽ 0BB കൊടുക്കുന്നു. അതിനുശേഷം ആദ്യം കിടക്കുന്ന ബിക്ക് 0BBയിലെ ആദ്യത്തെ ബിക്ക് ഞാൻ 1S എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുവാണ്. 1S കൊടുത്തതിന് ശേഷം ഞാൻ അടുത്ത കിടക്കുന്ന ആ എസ്സിന് പകരം ഞാൻ 1A കൊടുക്കുവാണ് എസ്സിന് പകരം. നേരത്തെ എഴുതിയ സ്റ്റെപ്പ് അതേപോലെ ഇവിടെ വരയ്ക്കണം. എന്നിട്ട് എക്ക് പകരം ഞാൻ 0S കൊടുത്തിരിക്കുന്നു. എസ്സിന് പകരം ഞാൻ വീണ്ടും 1A കൊടുത്തിരിക്കുന്നു. എക്ക് പകരം ഞാൻ 0 കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ബിക്ക് പകരം 1 കൊടുത്തിരിക്കുന്നു. എന്നിട്ട് ഞാൻ ഈ വരച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ, നമുക്ക് വേണ്ടുന്ന റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രിങ് ആണ് ഞാൻ വരച്ച് വെച്ചിരിക്കുന്നത്, 00110101. അപ്പം നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രിങ് അങ്ങനെ കിട്ടുവാണ്. ഇനി ഇതേ സ്ട്രിങ് തന്നെ RMD യൂസ് ചെയ്ത് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും, ഇത് വരുമ്പോഴത്തേക്ക് സെയിം ആയിട്ട് LMD യൂസ് ചെയ്ത് കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ റൈറ്റ് സൈഡിൽ നിന്നായിരിക്കും ചെയ്യുന്നതെന്നേ ഉള്ളൂ. എസ്സിന് പകരം 0B കൊടുക്കുന്നു, ബിക്ക് പകരം 0BB കൊടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് കിടക്കുന്ന ബിക്കാണ് ആദ്യമേ ഞാൻ വാല്യൂ ഇട്ട് കൊടുക്കുന്നത്. ലാസ്റ്റ് കിടക്കുന്ന ബിക്ക് ഞാൻ 1S കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് കിടക്കുന്ന എസ്സിന് ഞാൻ 0B കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് കിടക്കുന്ന ബിക്ക് ഞാൻ 1 കൊടുക്കുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എനിക്ക് രണ്ടാമത് കിടക്കുന്ന ബി ആണ് കിടക്കുന്നത്. ഇനിയിപ്പം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആ ബിക്ക് ഞാൻ 1S കൊടുക്കുന്നു. ആ 1Sലെ എസ്സിന് ഞാൻ 1A കൊടുക്കുന്നു. എക്ക് ഞാൻ 0 കൊടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ പറഞ്ഞ റിക്വയർഡ് ആയിട്ടുള്ള സ്ട്രിങ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, 00110101. അപ്പം നമ്മുടെ പാഴ്സ് ട്രീ RMDയും LMDയും യൂസ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഡെറിവേഷൻ ട്രീ അല്ലെങ്കിൽ പാഴ്സ് ട്രീ. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് മറന്നു പോകരുത്. ആദ്യത്തെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് ആയിരിക്കണം റൂട്ട് നോഡ്. പിന്നെ നമ്മൾ നോക്കുന്ന കാര്യം, അതായത് ഈ ഒരു കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, ഇത് മറക്കരുത്. ഈ റൂട്ട് നോഡ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് സിമ്പിൾ ആയിരിക്കണം. പിന്നെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടായിരിക്കണം നമ്മൾ വായിക്കുക. പിന്നെ LMD, അതായത് ലീഫ് നോട്ട്സ്, ഏറ്റവും അവസാനത്തെ നോട്ട്സ് എപ്പോഴും ടെർമിനൽ നോട്ട്സ് ആയിരിക്കണം. നടുക്കുള്ള നോട്ട്സ് ഒരിക്കലും ടെർമിനൽസ് വരാൻ പാടില്ല, അതെപ്പോഴും നോൺ ടെർമിനൽസ് ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ നോക്കേണ്ട സ്റ്റെപ്സ്. അപ്പം ഡെറിവേഷൻ ട്രീ ഇത്രയേ ഉള്ളൂ.